ഹലോ ഫ്രണ്ട്സ്, മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോക്കോ X3യുടെ പുതിയ വെർഷനെ കുറിച്ചാണ്. കാരണം പോക്കോ X3 എന്ന മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പോക്കോ X3യുടെ മൊബൈലിൽ 12.5.2.0 എന്ന പുതിയ അപ്ഡേറ്റ് വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചറുകളെ കുറിച്ചും പിന്നെ അതിൽ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ അനുസരിച്ച് അതിൽ വലിയൊരു മൈനസ് പോയിന്റ് പലരും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ വോളിയം ബട്ടൻ്റെ ഭാഗത്താണ്. ഇവിടെ ഈ ആനിമേഷൻ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ബ്ലൂ കളറിലായിരുന്നു, ഇപ്പോൾ അത് വൈറ്റ് കളറിലായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൺട്രോൾ സെൻറ്ററിൻ്റെ ഭാഗത്താണ്. കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ സെൻറ്ററും അതുപോലെ തന്നെ ഇടത് സൈഡിൽ നിന്ന് താഴ്ത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലത് സൈഡിൽ നിന്ന് കൺട്രോൾ സെൻറ്റർ താഴ്ത്തിയതിന് ശേഷം നമ്മൾ ഇടത് ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് അൺഇൻസ്റ്റാൾഡ് സിസ്റ്റം ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിപ്പോൾ എനേബിൾ ആയിട്ടില്ല. ഇവിടെ നമുക്ക് അടുത്ത അപ്ഡേഷനിൽ ഈ അൺഇൻസ്റ്റാൾഡ് സിസ്റ്റം ആപ്സിൽ നമുക്ക് സിസ്റ്റം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയി വരും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സിസ്റ്റം ആപ്ലിക്കേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചറുകൾ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഒരു മൈനസ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മറ്റു ചിലർ പറയുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ബാറ്ററി പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇന്ന് ചാർജ് ഒരു ടൈം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ചാർജിങ് ടുഡേ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, 1 ടൈംസ് എന്ന്. പക്ഷേ എനിക്ക് ചാർജ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ ചാർജ് ചെയ്തത്. അതായത് ഇന്ന് രാവിലെ 7:15 ഞാൻ ചാർജ് ചെയ്തിട്ട് എടുത്തത്. അതിനുശേഷം ഇപ്പോൾ സമയം 4:21 ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാർജ് കാണാം, 78% ഇപ്പോഴും എനിക്ക് ഇതിൽ ചാർജ് ഉണ്ട്. എനിക്ക് ആദ്യത്തെക്കാളും ചാർജ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ എൻ്റെ 40%-ഓളം ചാർജ് തീരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആകെ 22% ചാർജ് മാത്രമാണ് തീർന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ബാറ്ററി പെർഫോമൻസ് കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ പലരും പറയുന്നത് ബാറ്ററി ബാക്കപ്പ് തീരെ കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.